ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഇൻസ്റ്റൻറ്റ് ദോശയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് തന്നെ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ദോശ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന്. ഈ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പോണത് 200 ഗ്രാം അരിപ്പൊടിയാണ്. ഇത് ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 200 ഗ്രാം തന്നെ തൈരാണ്. ഇതും ചേർത്ത് കൊടുക്കാം. നിങ്ങളിപ്പോൾ കപ്പ് കണക്കിനാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് അരിപ്പൊടിയാണ് എടുക്കണമെങ്കിൽ അതേ സെയിം ക്വാണ്ടിറ്റി തന്നെ വേണം തൈര് എടുക്കാനായിട്ട്. 200 ഗ്രാം അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ 200 ഗ്രാം തൈര് തന്നെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈര് ഇപ്പോൾ അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ്. അപ്പോൾ അങ്ങനെ പുളിയുള്ള തൈര് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദോശയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ടും കൂടിയിട്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ തൈരും അരിപ്പൊടിയും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ചിട്ടിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ദോശ ബാറ്ററിന്റെ കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കാം നമുക്ക്. ഇതിപ്പോൾ ഞാൻ ദോശമാവിന്റെ കൺസിസ്റ്റൻസിയിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാം. അതിന് മുമ്പ് ഞാൻ ഉപ്പൊന്ന് ചെക്ക് ചെയ്തോട്ടെ. കുറച്ച് ഉപ്പും കൂടി ആവശ്യമുണ്ട്. ചൂടി ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. പാനിപ്പോൾ ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. പരത്തി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ഇപ്പോൾ രാവിലെ നമുക്ക് ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയത്. ഇപ്പോൾ മാവൊന്നുമില്ല, ദോശ മാവില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തൈരും അരിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണിത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ദോശ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അടച്ചു വയ്ക്കാം. അപ്പുറത്തെ ഭാഗം ഒന്ന് കുക്കാവട്ടെ. ഇപ്പം മറ്റേ സൈഡും നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള മാവ് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കാം.